നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ പോരാട്ടം കടുക്കുകയാണ്. ഇറാനിൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്തത് അതീവ രഹസ്യമായി എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ നടത്തിയ ആക്രമണത്തിന് നിലമൊരുക്കിയത് ചാരസംഘടനയായ മൊസാദ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടക്കുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ, അതായത് മുന്നറിയിപ്പ് നൽകി അതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊസാദിന്റെ തന്ത്രങ്ങൾ എന്തായാലും തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇറാൻ തുടർച്ചയായി നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇസ്രായേലും ഈ ഒരു ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട്. വ്യക്തമായ നിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രമേ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ സ്ഫോടനം നടന്നുവെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതോടെ ആക്രമണം തുടങ്ങിയെന്നും അതുമാത്രമല്ല, ഇറാൻ ആക്രമണം തുടങ്ങിയതോടെ ഇസ്രായേലിൽ മുഴുവൻ അപായ സൈറണുകൾ മുഴങ്ങി. ടെൽ അവീവിലേക്കാണ് ആക്രമണം നടന്നത്. സെൻട്രൽ ഇസ്രായേൽ, ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് മിസൈൽ എത്തി. വൻ സ്ഫോടന ശബ്ദങ്ങൾ ഇവിടെ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ടായി. മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. മിസൈലുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശവും കൂടി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശത്രുക്കൾ നോക്കിയിരിക്കുന്നുണ്ട് എന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഇതിലൂടെ ഇസ്രായേലിലേക്ക് 100-ലധികം മിസൈലുകൾ അയച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേലാണ് യുദ്ധം തുടങ്ങിവെച്ചതെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു. ചെയ്ത കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലി ഫൈറ്റർ ജെറ്റ് പൈലറ്റിനെ പിടികൂടിയതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. അതിനിടയിൽ മധ്യപൂർവ്വ ദേശത്ത് ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു, എന്നാൽ അവയൊക്കെ സുരക്ഷിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാനും പ്രത്യാക്രമണം നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിൽ, ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി. ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായി സൂചനയുണ്ട്. ഇസ്രായേലിന്റെ പോർ വിമാനം വെടിവെച്ചിട്ടുവെന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ പോർ വിമാനം വെടിവെച്ചിട്ടു എന്ന ഒരു വിവരത്തെ ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഇസ്രായേലിലേക്ക് ഹൂതി വിമതരും ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇറാൻ പരിധികൾ ലംഘിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. വീടുകളിൽ തന്നെ കഴിയണമെന്നും പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നത് ഒഴിവാക്കണമെന്നും ജനങ്ങൾക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്ര തലവന്മാരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷാ സമിതിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ, ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സേനാ മേധാവി മുഹമ്മദ് ബാഹേരി ഉൾപ്പെടെ സൈന്യത്തിലെ ആദ്യ 4 സ്ഥാനക്കാരും രാജ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ മുഖ്യ ഉപദേഷ്ടാവും 6 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടവരിലുണ്ട്. ടെഹ്റാനിൽ പാർപ്പിട സമുച്ചയം തകർക്കപ്പെട്ടു. കുട്ടികളടക്കം നിരവധി പേർക്ക് ഈ ഒരു അപകടം അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ യുദ്ധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇരു രാജ്യങ്ങളും വലിയൊരു ആക്രമണത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല. ഡ്രോണുകളും ഏതാനും മിസൈലുകളും അയച്ച ശേഷം സംഘർഷം ഒന്ന് അയഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വിശാലമായ ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊസാദും പ്രവർത്തിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇത്തവണ എന്നതും ശ്രദ്ധേയം. പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം. മൊസാദ് ചാരന്മാർ ഇറാനിൽ നിന്ന് കൈമാറിയ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഇറാന്റെ മണ്ണിൽ തന്നെ രഹസ്യ ആക്രമണം
താവളം ഇസ്രായേൽ സ്ഥാപിച്ചു. ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഡ്രോണുകളും ആയുധങ്ങളും ഒളിപ്പിച്ചാണ് ആക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെയും ഉന്നത സൈനിക നേതൃത്വത്തിനെ ലക്ഷ്യമിട്ട് വിവരശേഖരണം അടക്കം നടത്തി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ മൊസാദാണ് സൈന്യത്തിലെ ഉന്നതരെ അടക്കം കൊന്നൊടുക്കിയത്. ആക്രമണ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ മൊസാദിന് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരശേഖരണം പൂർത്തിയായതോടെ ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. ഒപ്പം ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അടക്കം തകർക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈബർ ആക്രമണവും ഉണ്ടായി. ഇറാന്റെ സായുധ സേന കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഖ്രി, ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി, റവല്യൂഷണറി ഗാർഡിലെ മിസൈൽ പദ്ധതിയുടെ ചുമതലയുള്ള ജനറൽ അലി ഹാജി സാദ, സായുധ സേന ഡെപ്യൂട്ടി കമാൻഡർ ഗുലാം അലി റാഷിദ്, ഖമനേയിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനി എന്നിവരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുൻപ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ ഡ്രഗ്രാനിൽ വധിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട കൃത്യതയുള്ള ആക്രമണം ഇറാനെ നടുക്കിയിരിക്കുകയാണ്. ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നത്. 100-ലേറെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വിമാനങ്ങൾ ബോംബിടുകയുണ്ടായി. കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ 100 കണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു. ജെറുസലേമിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. 70-ൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനടുത്ത് നേരിട്ട് മിസൈൽ പതിച്ചു. ഇസ്രായേൽ ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ടെൽ അവീവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് വൻ സ്ഫോടനം നടന്നതായും തീപിടുത്തത്തിൽ കെട്ടിടത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനെതിരായ ആക്രമണം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നും അത് നിറവേറ്റുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്, നിലപാട് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ഈ ഒരു ആക്രമണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും വ്യോമപാത അടച്ചതിനാൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ അവതാളത്തിലായി. UAE-യിൽ നിന്ന് മാത്രം 17 വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. UAE-യിൽ നിന്ന് ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇറാഖ്, ജോർദാൻ, ലബനാൻ, സിറിയ, റഷ്യ, അസർബൈജാൻ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് അവതാളത്തിലായത്. ഈ രാജ്യങ്ങളിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ വിമാനങ്ങൾ റദ്ദാക്കിയതായി ദുബായ് വിമാനത്താവളം അറിയിച്ചു. ഇറാനി വിമാനത്താവളങ്ങളായ തെഹ്റാൻ, ഷിറാസ്, ലാർ, കിഷ് ഐലൻഡ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചതായി എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഇത്തിഹാദ് വിമാന കമ്പനികൾ അറിയിച്ചു. അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ വിമാനങ്ങളുടെ സമയക്രമം പരിശോധിച്ച ശേഷം പുറപ്പെട്ടാൽ മതിയെന്ന് ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.